പോലീസിന് ഒരു മരണ വീട്ടില് നമുക്കൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അല്ല മരണ വീടെന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് കാരണം കൂടുതലും ആളുകൾ തന്നെ സ്വയം നിയന്ത്രിച്ച് വരേണ്ടതാണ്. അവിടെ നമുക്കൊരു ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ അവിടെ പോലീസിന്റെ അതിക്രമമായിരിക്കും നാളെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ അടക്കം എല്ലാ ചാനലും വന്ന് പോലീസ് വന്ന് ആരെങ്കിലും ഒരാളെ ഇവിടുന്ന് പിടിച്ചു തള്ളി തീർച്ചയായിട്ടും പറയും. അപ്പം അവിടുന്ന് ഒരാളോട് സാധാരണ ഇല്ല ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിപ്പോ 50 പേരല്ല 100 പേര് ഒന്നിച്ച് നിൽക്കുന്നിടത്തുനിന്ന് ചേട്ടാ അല്ല നിങ്ങളൊന്ന് മാറി നിൽക്കാവോ എന്നൊരു പോലീസുകാരൻ നിന്ന് പറഞ്ഞാൽ ആരെങ്കിലും മാറുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതുപോലൊരു സ്ഥലത്ത് മാറാറില്ല. അതിനെ ചിലപ്പോൾ കർശനമായിട്ട് പറയുകയോ മാറ്റുകയോ ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും അത് അതിക്രമമായി മാറും. അപ്പം അവിടെ നമ്മളൊരു നിയന്ത്രണമാണ്, പോലീസിന്റെ പ്രസൻസ് ഉണ്ട്. പക്ഷെ ഈ വീഡിയോ ചിത്രീകരണവും ഇത്തരം കാര്യങ്ങളിലും ഒക്കെ ഓരോരുത്തരെയും പോയി നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു മര്യാദ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ ഒരു സാമാന്യ മര്യാദ നമ്മൾ സ്വയം ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷേ പോലീസ് പ്രസൻസ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്, പോലീസ് ഉള്ളതാണ്. പക്ഷേ ഒരു മരണ വീട്ടിൽ ആൾക്കൂട്ടം ഒരു ലോ ആൻഡ് ഓർഡർ സമരമുഖത്ത് ആളുകളെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഒരിക്കലും മരണ വീട്ടിൽ ഈ ഒരു ചടങ്ങിലെ പോലീസുകാർ നോക്കുമല്ല മമ്മൂട്ടി മോഹൻലാലാണ് അവിടെ സ്വാഭാവികമായിട്ട് അവർ മര്യാദയ്ക്ക് ഇടപെടുന്ന പോലെ തോന്നും. പക്ഷെ അവിടെ പോലീസിന്റെ ഈ ഒരു ചടങ്ങിൽ പോലീസുകാർ നോക്കൂത്തികളായിരുന്നു. നേരെ മറിച്ച് ഏതൊരു ചെറുപ്പക്കാരന്റെ പോക്കറ്റ് തപ്പാനും ബെൽറ്റ് പരിശോധിക്കുന്ന 100 പോലീസ് വരും. മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കേൾക്കാത്ത ആൾക്കാരുണ്ട് അവിടെ. അങ്ങനൊന്നും പറയാൻ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ആൾക്കാരുടെ ഉണ്ടായിരുന്നു. പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും കൂടെ ചിന്തിക്കണം. മുഖ്യമന്ത്രി പറയേണ്ടി വന്നു. അത് പറഞ്ഞിട്ടും കേട്ടില്ല എന്നുള്ളതാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ ഒരു ഷാൾ ഇടാൻ നോക്കിയ ആളും ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഓൺലൈൻ മീഡിയ അല്ല കേട്ടോ, അല്ലേ? അത് ഓൺലൈൻ മീഡിയ അല്ല കേട്ടോ. ഷാളിട്ടത് മനസ്സിലായി. ദിലീപേനോട് സെൽഫി എടുത്തത് ഓൺലൈൻ മീഡിയ അല്ലേ? അല്ല. ഓക്കെ അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.